ഓർത്തഡോക്സ് സഭയുടെ. അവിടെ ചെന്നപ്പോൾ ആര് പ്രസംഗിക്കാൻ ചെന്നാലും ഒരു മത മേലധ്യക്ഷനുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ സ്ലീബ ഒന്ന് ചുംബിക്കാൻ ഉണ്ട്. അദ്ദേഹം ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ എന്നെ ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ ഞാൻ ആ സ്ലീബായിൽ മുത്തി. അതിപ്പം വലിയ വിവാദങ്ങൾ നടന്നുകൊള്ളട്ടെ. ജ്ഞാനായക്കർ സമുദായം എന്ന് പറയുന്നത് ആരുടെയും അടിമയല്ല. ആരുടെയും അടിമയാക്കുവാൻ ആര് നോക്കിയാലും ജീവിതത്തിൽ ചരിത്രത്തിൽ അത് നടക്കുകയില്ല. ജ്ഞാനായക്കാരൻ ഒരുപോലെ നിൽക്കും, അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾക്ക് സ്വതന്ത്രമായിട്ടാണ്. നമ്മൾ ആർക്കും കപ്പം കൊടുത്തല്ല, നമുക്ക് കപ്പം തന്നല്ല. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിവുള്ളവരാണ്. നമുക്കൊന്ന് മാത്രമേ പറയുവാനുള്ളൂ. നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അംഗീകരിച്ചേ മതിയാവൂ. സുപ്രീം കോടതി അംഗീകരിച്ചു തന്ന ഭരണഘടനയും ജ്ഞാനായ അസോസിയേഷനും. ആ അസോസിയേഷൻ ഇല്ലെങ്കിൽ ജ്ഞാനായ സമുദായത്തിൽ ഒരു മെത്രാപ്പോലിത്ത പോലും ഉണ്ടാകുകയില്ല.